രഞ്ജി ട്രോഫി ക്രിക്കറ്റിൻ്റെ ചരിത്രത്തിലാദ്യമായി കേരളം ഫൈനലിലേക്ക് എത്തുകയാണ്. KCയുടെ സെക്രട്ടറി വിനോദ് ഉണ്ട് മാതൃഭൂമി ന്യൂസിനൊപ്പം. വിനോദ, കേരളം അടിപൊളി ആണല്ലോ. അത് ഈ സീസൺ തുടങ്ങുമ്പോൾ നമ്മളൊരു കൺസേൺ ഉണ്ടായിരുന്നത് നമ്മുടെ പൂളിൽ കേരളവും ബീഹാറും ഒഴിച്ച് ബാക്കി എല്ലാവരും രഞ്ജി ട്രോഫി വിൻ ചെയ്ത ടീമുകളാണ്. അപ്പോൾ ഇത്രയും ഒരു സ്ട്രോങ് പൂളിൽ വന്നിട്ട് എങ്ങനെയാണ് നമ്മുടെ ഒരു ഈ വർഷത്തെ ഒരു എങ്ങനെ ആയിരിക്കും എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. പക്ഷെ അന്ന് ആദ്യം ഈ ഫസ്റ്റ് മാച്ച് പഞ്ചാബുമായിട്ട് നടക്കുമ്പോൾ അവിടെ സെൻറ്റ് സേവിയേഴ്സ് കോളേജ് ഗ്രൗണ്ടിൽ വെച്ചിട്ട് എൻ്റെ അടുത്ത് ഇന്ത്യൻ സെലക്ടർ ശരത്ത് പറഞ്ഞത് സൗത്തിൽ നിന്ന് ഏറ്റവും നല്ലവണ്ണം ചെയ്യാൻ പോകുന്നത് കേരളമാണ്, ബിക്കോസ് യു ഹാവ് ഗോട്ട് എ ഗുഡ് ടീം. അദ്ദേഹം പറഞ്ഞതുപോലെ സംഭവിച്ചു. തോൽവി അറിയാതെയാണ് നമ്മൾ ഇതുവരെ എത്തിയത്. അതെ അതാണ്. അത് മാത്രമല്ല, നമ്മൾ ഇത്രയും എല്ലാ മാച്ചുകളും ഫൈറ്റ് ചെയ്താണ് ജയിച്ചത്. ഇന്ന് കണ്ട ഒരു കാര്യം, ആ ലാസ്റ്റ് വിക്കറ്റ് സൽമാൻ നിസാറിൻ്റെ ഹെൽമെറ്റിൽ ഇടിച്ചപ്പോൾ KCയുടേതോ ആ ലോഗോയിൽ ഇടിച്ചാണ് ആ ക്യാച്ച്. ഒരു ഭാഗ്യത്തിൻ്റെ കൂടെ നമുക്ക് തുണയുണ്ട്. അതാണ് എൻ്റെ അടുത്ത് നമ്മുടെ സെലക്ഷൻ കമ്മിറ്റി പ്രശാന്ത് അവിടെ ഉണ്ട്. അപ്പോൾ പ്രശാന്ത് പറഞ്ഞത്, ചേട്ടാ ഈ അവസാനം അതിന് KCയെ വേണ്ടി വന്നെന്ന് പറഞ്ഞു. എന്നുവെച്ചാൽ ഞാനിങ്ങനെ ഫോണിൽ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ വഴിയിൽ നിൽക്കുമ്പോഴേ ഫോണിൽ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് അത് ഈ ഹെൽമെറ്റിൽ ഈ KCയുടെ എംബ്ലം ശങ്കിലടിച്ചാണ് ബോൾ പൊങ്ങിയത്. അത് മാത്രമല്ല, അസറുദ്ദീൻ, സൽമാൻ നിസാർ, ഈ പ്ലെയേഴ്സിനെയൊക്കെ നമുക്ക് എടുത്തു പറഞ്ഞേ പറ്റൂ. സച്ചിൻ ബേബിയുടെ ക്യാപ്റ്റൻസി, ഇത്രയും പരിചയ സമ്പത്ത്, പ്ലെയേഴ്സിൻ്റെ ഒരു പ്രകടനത്തെ. ഈ കഴിഞ്ഞ വർഷങ്ങളിൽ സഞ്ജു ക്യാപ്റ്റനായിരിക്കുമ്പോൾ നമുക്ക് പറ്റിയൊരു പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇന്ത്യൻ ടീമിൽ വന്നു കഴിയുമ്പോൾ സഞ്ജു ലീഡ് ചെയ്യുന്ന മാച്ചൊക്കെ നല്ലോണം പോയി. പക്ഷേ സഞ്ജു ഇന്ത്യൻ ടീമിലോട്ട് പോകുന്നു, പിന്നെ വരുമ്പോൾ ഉള്ളൊരു അങ്ങനെ ഒരു പ്രോബ്ലം കാരണമായിരിക്കണം നമ്മൾ വിലയിരുത്തിയപ്പോൾ അങ്ങനെ ആയിരുന്നു. ഈ 1 പോയിൻറ്റിന് 2 പോയിൻറ്റിനൊക്കെ നമ്മൾ ക്വാളിഫൈ ചെയ്യാതെ പോയി. കഴിഞ്ഞ 1-2 വർഷങ്ങളിൽ ലക്കില്ലാതെ പോയി. ഒരിക്കൽ സഞ്ജു പോയി ഇന്ത്യൻ ടീമിൽ പോയി കളിച്ചു, ഫീൽഡ് ചെയ്ത് ഇഞ്ചുർഡായി, ആ സീസൺ പോയി. അപ്പോൾ അങ്ങനെ ഒരു ഇതൊക്കെ വന്നിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു റെഡ് ബോളിൽ ഈ സീസൺ റെഡ് ബോൾ സീസൺ മുഴുവൻ കേരളത്തിൽ കാണുന്ന ആളിനെ തന്നെ ക്യാപ്റ്റനാക്കാം എന്നുള്ളത് വെച്ചിട്ടാണ് വീണ്ടും സച്ചിൻ ബേബിയെ റെഡ് ബോളിൽ ചെയ്തത്. അതുപോലെ എനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇതൊന്നുമല്ല, നമ്മുടെ ഇത്തവണത്തെ ആ ഒരു കേരളത്തിൻ്റെ പെർഫോമൻസിലെ ആ ഒരു ഏറ്റവും വലിയൊരു ഡിഫറൻസ് എന്ന് പറയുന്നത് കോച്ച് കൊണ്ടുവന്ന ഒരു വർക്കെത്തിക്കും അല്ലെങ്കിൽ ഈ പ്ലെയേഴ്സിനോടുള്ള ഒരു അപ്രോച്ചുമാണ്. വളരെ കണിശക്കാരനാണ്, വളരെ സോഫ്റ്റ് സ്പോക്കണാണ്, പക്ഷേ വളരെ കണിശക്കാരനാണ്. ശരിക്കും ഹാർഡ് വർക്ക് ചെയ്യണം എന്നുള്ളൊരു മെസ്സേജാണ് ഇപ്പോൾ ഉള്ളത്. ഹാർഡ് വർക്ക് ചെയ്യാത്തവർ ടീമിൽ കാണില്ല എന്നുള്ളൊരു മെസ്സേജാണ് പ്ലെയേഴ്സിന് പോയിട്ടുള്ളത്. അതിൻ്റെ ഗുണമാണ് ഈ കാണുന്നത്. അതാണ് ഇപ്പോൾ സൽമാൻ നിസാറിനെയും അസറുദ്ദീനെയും പറയുമ്പോൾ അവരിലാണ് ഇത് ഏറ്റവും വലിയ ചേഞ്ച്. അവരുടെ ഇതിന് മുന്നേ ഉള്ള വർഷങ്ങളിലുള്ള ഒരു പെർഫോമൻസ് വെച്ച് നോക്കുമ്പോഴും ഒരു മാർക്കഡായിട്ടുള്ള ഒരു ഡിഫറൻസ് വരുന്നത് ഈ വർഷമാണ്. അത് ഈ ഒരു വർക്ക് എത്തിക്കിലൂടെ പോയതുകൊണ്ടും ഈ കോച്ചിൻ്റെ ഇൻസ്ട്രക്ഷൻസ് അതുപോലെ തന്നെ ഇത് ചെയ്തുകൊണ്ടാണ് തന്നെ. ഫൈനലിൽ നമുക്ക് വിദർഭയായിരിക്കും. ഇതുവരെ ഉള്ള സ്കോർ വെച്ച് നോക്കുമ്പോൾ ആകാനാണ് സാധ്യത. എന്തായാലും നമ്മൾ ഫൈനലിലേക്ക് എത്തിയാണ് കേരള ടീം. നമ്മൾ സന്തോഷത്തിലാണ്, KC സന്തോഷത്തിലാണ്. ഫൈനലിൽ വിദർഭയാണെങ്കിൽ അവരെയും തോൽപ്പിച്ച് രഞ്ജി ട്രോഫി നേടി വരട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പ്രേം ശശിക്കൊപ്പം TS ഹരികൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.